നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ്, ഒരു സാരി ഉണ്ട് അതിനൊരു കോൺട്രാസ്റ്റ് ബ്ലൗസ് എടുക്കണം, അപ്പോൾ ഏത് കളർ ചൂസ് ചെയ്യുന്നുള്ളത് നമുക്കൊരു കൺഫ്യൂഷൻ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു ടോപ്പ് ഉണ്ട് അതിനൊരു ഏത് ബോട്ടം മാച്ച് ആകും, അല്ലെങ്കിൽ അതെങ്ങനെ കോൺട്രാസ്റ്റ് കോമ്പിനേഷൻ നമ്മൾ കണ്ടുപിടിക്കും എന്നുള്ളത് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആയിരിക്കും നമുക്ക് എപ്പോഴും. അത് നമുക്ക് കളർ വീൽ യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് ഈ ഒരു ബുക്ക് കണ്ടോ, ഈ ബുക്ക് ആക്ച്വലി കളേഴ്സ് ഉള്ള ബുക്സാണ് കേട്ടോ. ഇതൊരു ഡിക്ഷണറി ഓഫ് കളേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ജാപ്പനീസ് ബുക്കാണ്. ആക്ച്വലി ഇത് കുറച്ച് എക്സ്പെൻസീവ് ബുക്ക്, എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഞാനിപ്പോൾ ഇത് വെച്ച് നോക്കിയിട്ടും എനിക്ക് തോന്നുന്നു കളർ വീല് വെച്ചിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാനാണ് നല്ലതെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ആക്ച്വലി നമുക്ക് ആ കളർ വീൽ എങ്ങനെ യൂസ് ചെയ്തിട്ട് കോൺട്രാസ്റ്റ് കളേഴ്സ് കണ്ടുപിടിക്കാൻ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കളർ വീല് ഡൗൺലോഡ് ചെയ്തെടുക്കുക. കളർ വീലിൻ്റെ ആ ഒരു പിക്ചർ ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കളേഴ്സ് അതിൽ നിന്ന് ചൂസ് ചെയ്യാം. കാരണം നമ്മളിങ്ങനെ ഗസ് ചെയ്യുമ്പോൾ കറക്റ്റ് കളേഴ്സ് ചിലപ്പോൾ കിട്ടില്ല. ഇപ്പോൾ കളേഴ്സ് കുറേ കളേഴ്സ് ഉണ്ട്, പ്രൈമറി കളേഴ്സ്, സെക്കൻഡറി കളേഴ്സ്, അങ്ങനെ കളേഴ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഡീറ്റെയിൽഡ് കുറേ പറയണം. അപ്പോൾ നമുക്ക് വേണ്ട കാര്യം മാത്രം പറയാം. കോംപ്ലിമെൻ്ററി കളേഴ്സ് നമുക്ക് നോക്കാം. അതായത് ബ്ലൗസ് എടുക്കുമ്പോൾ, സാരി എടുക്കുമ്പോൾ നമുക്ക് കോംപ്ലിമെൻ്ററി കളേഴ്സ് എടുക്കണം എന്ന് വിചാരിച്ചു. അതായത് കോൺട്രാസ്റ്റ് കളർ കോമ്പിനേഷൻ ബ്ലൗസിന് വേണം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കുക റെഡിന് ഏത് ചേരും, പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് വരിക ഗ്രീൻ, റെഡിന് യെല്ലോ, അങ്ങനെ. ചിലർക്ക് അങ്ങനെ മൈൻഡിലേക്ക് വരില്ല, അത് കൺഫ്യൂഷൻ ആയിരിക്കും, ഏത് ചേരും എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ കളർ വീലിൽ ഓപ്പോസിറ്റ് കിടക്കുന്ന കളർ, അതായത് ഈ സൈഡിൽ റെഡാണ് കിടക്കുന്ന നേരെ ഓപ്പോസിറ്റ്, അല്ലെങ്കിൽ ആ ഒരു ഓപ്പോസിറ്റ് കളേഴ്സ് എല്ലാം തന്നെ റെഡിൻ്റെ കൂടെ യെല്ലോ മാച്ച് ചെയ്യും, റെഡിൻ്റെ കൂടെ ഗ്രീൻ മാച്ച് ചെയ്യും, അങ്ങനെ ഓപ്പോസിറ്റ് കളേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നല്ല കോൺട്രാസ്റ്റ് കിട്ടും. ഇപ്പോൾ ഒരു ഫംഗ്ഷന് പോകാൻ അല്ലെങ്കിൽ ഒരു മാരേജ് അറ്റൻഡ് ചെയ്യാൻ നല്ല കോൺട്രാസ്റ്റ് വൈബ്രൻറ്റ് കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കളേഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ആ ഒരു ഓപ്പോസിറ്റ് കളർ നോക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ, കളർ വീലിൽ ഓപ്പോസിറ്റ് വരുന്ന കളർ നോക്കി എടുത്തു കഴിഞ്ഞാൽ ആ കറക്റ്റ് കോൺട്രാസ്റ്റ് കളർ ചൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് അനലോഗസ് കളേഴ്സ്. അനലോഗസ് കളേഴ്സ് എന്ന് പറയുമ്പോൾ നെയ്ബറിങ് ആയിട്ട് വരുന്ന കളേഴ്സ്, അതായത് അടുത്തടുത്ത് വരുന്ന കളേഴ്സാണ് അനലോഗസ് കളേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ റെഡിൻ്റെ കൂടെ വരുന്ന കളേഴ്സാണ്. ഇപ്പോൾ റെഡ്, ഓറഞ്ച്, യെല്ലോ ഒക്കെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോമ്പിനേഷൻ. അപ്പോൾ നമുക്ക് അത്രയും വൈബ്രൻ്റ് ആയിട്ടുള്ള കോൺട്രാസ്റ്റ് കളർ കോമ്പിനേഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു കോമ്പിനേഷനിൽ നമുക്ക് കളേഴ്സ്, സാരീസോ ഡ്രസ്സസ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു കോമ്പിനേഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് പാലറ്റിൽ നമുക്ക് കളർ ചൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ തേർഡ് വൺ വരുന്നത് മോണോക്രോം കളേഴ്സാണ്. അതായത് സെയിം ഫാമിലിയിൽ തന്നെ വരുന്ന ഡാർക്ക്, ലൈറ്റ്, അങ്ങനത്തെ ഷെയ്ഡ്സ് സെയിം ഫാമിലിയിൽ വരുന്ന കളേഴ്സ്. അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആണ് അങ്ങനത്തെ കളേഴ്സ് ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫംഗ്ഷനൊക്കെ നോർമലി പണ്ടൊക്കെ സെയിം കളറായിരുന്നു എല്ലാവരും ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ വെച്ചാൽ മോണോക്രോം കളേഴ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ ബ്ലൂവിൻ്റെ കളർ കോമ്പിനേഷനിൽ, സോ ഫോർ എക്സാമ്പിൾ ബ്ലൂ നല്ല, നമുക്കിത് തന്നെ എടുക്കാം. ഗ്രീൻ, ഇത് നോക്ക്, ഇതിൽ വന്നിട്ടുള്ള ലൈറ്റ് ഗ്രീനാണ്, ഈ പുതിയ ഇല കണ്ടോ, ഇത് വന്നിട്ടുള്ള ഡാർക്ക് ഗ്രീൻ. അപ്പോൾ ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ, ഇതിൻ്റെ ഇനിയും ഡാർക്കർ വരുവാണെങ്കിൽ അങ്ങനെ അതൊരു മോണോക്രോം കളേഴ്സിൽ വരുന്നത്, സെയിം ഫാമിലിയിൽ തന്നെ വരുന്നത്. ഇപ്പോൾ ഗ്രീൻ തന്നെ പല പല ഗ്രീൻ ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെ ബ്ലൂ, ഇപ്പോൾ നേവി ബ്ലൂ, സ്കൈ ബ്ലൂ, അങ്ങനെ ബ്ലൂവിൻ്റെ വേരിയൻറ്റ് കളേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ കളേഴ്സ് സെലക്ട് ചെയ്യുന്നതാണ് ഈ മോണോക്രോം കളേഴ്സ്. അങ്ങനത്തെ കളേഴ്സിൽ ഡ്രസ്സ് ചെയ്താലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഫംഗ്ഷനൊക്കെ ആ കളർ ചൂസ് ചെയ്തിട്ട് ഒരേപോലെ, ഇപ്പം ഒരു ഫാമിലി ബ്ലൂ കളർ ചൂസ് ചെയ്താൽ ബ്ലൂവിൻ്റെ പല ആ ഫാമിലിയിൽ വരുന്ന പല ബ്ലൂ കളേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ അതും ഭംഗിയായിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കളർ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നിന്ന് നോക്കിയിട്ട് കളേഴ്സ് സെലക്ട് ചെയ്താൽ ഇങ്ങനെ നമ്മൾ ആലോചിച്ച് ടൈം കളയേണ്ട ആവശ്യമില്ല, നമുക്ക് കറക്റ്റായിട്ടുള്ള കളേഴ്സ് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നിങ്ങൾ ഡ്രസ്സ് ചെയ്യുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അതുപോലെ ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അറിവുകൾ നിങ്ങൾ ഷെയർ ചെയ്യുക. എൻ്റെ അറിവുകളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ, കമൻറ്റിൽ പറയാം. അപ്പോൾ ഇനി വീണ്ടും ടിപ്സൊക്കെ ആയിട്ട് വരാം. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താങ്ക് യു സോ മച്ച്.